2024 നാഷണൽ അവാർഡ് ആർക്ക് അല്ലെങ്കിൽ ആര് നേടുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ അഹങ്കാരമായ നമ്മുടെ സ്വന്തം മമ്മൂക്കയും മോഹൻലാലും കൂടാതെ പൃഥ്വിരാജിന്റെ ചിത്രവും മത്സരരംഗത്തുണ്ട്. മമ്മൂക്കയുടെ കാതലിക്കോർ, കണ്ണൂർ സ്ക്വാഡ് എന്നീ മികച്ച 2 ചിത്രങ്ങളും മത്സരരംഗത്തുണ്ട്. തൊട്ടുപുറകെ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ മികച്ച ചിത്രം കൂടിയ ആടുജീവിതവും. കൂടാതെ ലാലേട്ടന്റെ നേര് എന്ന സിനിമയും ഈ അവാർഡിനായി മത്സരിക്കുന്നു. അതിഗംഭീരമായ പ്രകടനം തന്നെയാണ് മമ്മൂക്ക തന്റെ ചിത്രങ്ങളുടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് മമ്മൂക്കയുടെ 2 ചിത്രങ്ങൾ നാഷണൽ അവാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും. ഫൈനൽ റൗണ്ടിലേക്ക് ഏതൊക്കെ ചിത്രങ്ങൾ മുന്നേറുമെന്നുള്ളത് കണ്ടറിയാം. അതേപോലെ തന്നെ കാന്താര എന്ന ചിത്രം എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. ഋഷഭ് ഷെട്ടിയുടെ അഭിനയം മികച്ചു തന്നെ നിൽക്കുന്നു. അതിനാൽ തന്നെ മമ്മൂക്കയാണോ ഋഷഭ് ഷെട്ടിയാണോ പൃഥ്വിരാജ് ആയിരിക്കുമെന്നും ഉറ്റുനോക്കുന്നു പ്രേക്ഷകർ. കാരണം മറ്റൊന്നുമല്ല, മലയാളികൾ ഭൂരിഭാഗം കമന്റ് ഇടുന്നതും അഭിപ്രായം പറയുന്നതും മലയാളത്തിലെ ഏതെങ്കിലും നടന് കിട്ടണം എന്ന് തന്നെയാണ്. അത് അവരോടുള്ള സ്നേഹം കൊണ്ടുകൂടെ ആകണം. സോഷ്യൽ മീഡിയയടക്കം മമ്മൂക്കയുടെ പേരാണ് കൂടുതൽ ഉയർന്നു വരുന്നത്. പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന ചിത്രത്തിലും സിനിമാ പ്രേമികൾ മികച്ച പിന്തുണ നൽകുന്നുണ്ട്. വീഡിയോ കാണുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് കൂടിയായിരിക്കും മമ്മൂക്ക ആരാധകരും അവാർഡ് മമ്മൂക്കയ്ക്ക് തന്നെ ലഭിക്കുമെന്ന് പറയുന്നത്. എന്നാൽ ഈ വർഷത്തെ മമ്മൂക്ക ചിത്രങ്ങളോട് കട്ടയ്ക്ക് കൊമ്പുവാർക്കുന്നത് ആടുജീവിതം തന്നെയാണ്. കാരണം കുറെ വർഷത്തെ കഠിനാധ്വാനവും ഡെഡിക്കേഷനും എല്ലാം തന്നെയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം. കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകൾ ലഭ്യമാകും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.